അങ്ങനെ ഫൈനലി നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു പേഴ്സ് ആണ് കേട്ടോ. ബസ്സിനൊക്കെ കൊടുക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പോക്കറ്റ് മണീസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു DIY പേഴ്സ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് അത്രയ്ക്കും ക്യൂട്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിക്കോൺ ആയിരുന്നു. സെക്കൻഡ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കുറോമിയാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ടും കൂടി മിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും യൂണിക്കോൺ ആണ്, അതുകൊണ്ട് യൂണിക്കോണിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. കുറോമി 1-2 മാത്രമേ ഉള്ളൂ. അതിനിപ്പോ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താനില്ലല്ലോ. ഞാൻ യൂണിക്കോൺ ഒട്ടിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കുറോമി ആക്കി കൊടുത്താൽ മതി. പറഞ്ഞ് നമ്മുടെ പേഴ്സ് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഫൈനൽ ആയിട്ട് ഇത് തുറക്കാനും അടക്കാനും കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പർ പീസും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മിക്ക ഐറ്റംസും ഞാൻ ജസ്റ്റ് വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഓൾറെഡി യൂണിക്കോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഞാൻ വരച്ച് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ക്യൂട്ടായില്ലേ, നല്ലൊരു യൂണിക്കോൺ ടച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതുപോലത്തെ പോക്കറ്റ് മണീസ് ഒക്കെ നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. ഞാനിത് എന്റെ കുഞ്ഞു കസിൻസിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതാ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീട്ടില് പൗച്ച് ഒന്നും വാങ്ങിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ വർഷമായിട്ടുള്ള പൗച്ച് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ട്രാൻസ്പെറന്റ് പൗച്ചാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നും കുത്തിക്കയറ്റാൻ പറ്റില്ലെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ വെക്കാം കേട്ടോ. ഒരു ചെറിയ പീസ് ട്രാൻസ്പെറന്റ് കവർ നമുക്ക് ആവശ്യമുണ്ട്. വീട്ടിൽ എന്തായാലും ഇതേപോലെ കളഞ്ഞ ട്രാൻസ്പെറന്റ് കവേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പാരന്റ്സിനോട് ചോദിച്ചിട്ട് അത് വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. ആ ഒരു ഗ്ലൂ ഒട്ടിച്ചത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വാഷി ടൈപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഇനി അതില്ലെങ്കിലും അവിടെ ഒരു പേപ്പർ പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് യൂണിക്കോൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിക്കോൺ പിക്ചറും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി സൈസിന് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെൻസിൽ എല്ലാം ഇതിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ അടിപൊളിയല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ 2 യൂണിക്കോൺ തീംഡ് ചെയ്തില്ലേ, ഇനി നമുക്കൊരു കുറോമി തീംഡ് ചെയ്യാം. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണത് ടു ഡു ലിസ്റ്റ്. ഒരു ഡേ നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾ ഇതുവരെ ടു ഡു ലിസ്റ്റ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതുവരെ ടു ഡു ലിസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. സ്റ്റിക്കി നോട്ടിൽ ടു ഡു ലിസ്റ്റ് എന്ന് എഴുതിയിട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യല്. പിന്നെ സ്റ്റിക്കി നോട്ടൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുതിയതൊരെണ്ണം ചെയ്യാന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ ഡെസ്കിലൊക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഒരു സ്പോഞ്ച് എടുത്തിട്ട് ആ ഒരു ടു ഡു ലിസ്റ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ട് സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുകയാണ്. അപ്പൊ നമുക്കത് കീറി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിൾ ആയിരിക്കും കേട്ടോ. കുറേ പേപ്പേഴ്സ് ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യാം. ഇനി ആ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന്റെ മുകളിൽ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കീറി എടുക്കാനൊക്കെ സുഖമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് പോക്കറ്റ്സിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനാണെങ്കിൽ ഇത് സ്റ്റാപ്ലർ ചെയ്തിട്ട് വെച്ചാലും മതി കേട്ടോ. ടു ഡു ലിസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു കുറോമി തീമിലാക്കണ്ടേ. അപ്പൊ ഞാൻ കുറോമി മെമോ എഴുതി വെച്ചിട്ട് ഇതേപോലെ സെറ്റ് ആക്കി എടുത്തു. സംഭവം ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. സ്കൂളിൽ നിന്ന് കുറേ വർക്ക്സ് ഒപ്പം തരികയാണെങ്കിൽ ഞാൻ അത് എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേനും മറക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഏതെങ്കിലുമൊക്കെ നോട്ട്സിൽ എഴുതി വെക്കാൻ കേട്ടോ ചെയ്യുക. അപ്പൊ അതേപോലെ എഴുതി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞി നോട്ട് പാഡ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തു. ഇനി കട്ടിയുള്ള ഒരു പേപ്പർ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് ഈ ഒരു യൂണിക്കോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനി ഡെയിലി ക്ലാസ്സിന് ഹോംവർക്ക്സും ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ പറയുന്ന ദിവസം നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എഴുതി വെക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റും സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു നോട്ട് പാഡ് അതിൽ സെറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ, അങ്ങനെ ചാടി പോകുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് വന്നിട്ട് ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഏത് വരെയാണ് എടുത്ത് നിർത്തിയത് എന്നുള്ളത്. ഇന്നോടെങ്ങാനും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ചില ദിവസങ്ങളിൽ ഞാനത് കണ്ടുപിടിച്ച് വെക്കും കേട്ടോ. അപ്പൊ ഇനി അതിനൊരു സൊല്യൂഷൻ ചെയ്യാം. നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. ഓരോ ദിവസം ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബുക്ക് മാർക്ക് അതിൽ വെച്ചാൽ മതി. പിന്നെ പിറ്റേ ദിവസം നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പേജ് കണ്ടുപിടിക്കാം. എങ്ങനെയുണ്ട് സംഭവം? സെറ്റ് അല്ലേ? 1 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ചെയ്തെടുക്കാൻ. ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ കുറോമിക്കാര് വിഷമിക്കണ്ട, അതിനും ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിന്റെ പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാം. ക്ലാസ്സിൽ എന്റെ കയ്യിൽ മാത്രമേ ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവലുള്ളൂ കേട്ടോ. എല്ലാവരും ഓരോ പീരീഡ് കഴിഞ്ഞ് എന്നെ വിളിച്ച് ചോദിക്കും നെക്സ്റ്റ് പീരീഡ് ഏതാന്നുള്ളത്. നേരത്തെ ഞാനൊരു റെഡ് ബുക്ക് കാണിച്ചില്ലേ, അതിലാണ് കേട്ടോ ഞാൻ എന്റെ ടൈം ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർ ചോദിക്കുന്ന സമയത്ത് ആ ബുക്ക് എടുത്ത് തുറന്ന് പിടിച്ചുണ്ടാക്കിയിട്ട് വേണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന ഒരു പോക്കറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു സിബിൽ ഇത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വേഗം നോക്കാലോ. എന്തോ നെക്സ്റ്റ് ടീച്ചർ വരുമ്പോത്തിന് ആ ഒരു പീരീഡ് ഏതാന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങൊക്കെ ഉണ്ടോ ഈ ഒരു പ്രശ്നം? ഒരു 1-2 മാസമൊക്കെ എടുക്കും നമുക്ക് ഈ ടൈം ടേബിൾ ഒന്ന് കാണാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുവരെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം. എങ്ങനെയുണ്ട് സംഭവം? സെറ്റ് അല്ലേ? അപ്പൊ ഞാനിത്
ഞാനിതിലൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഇനി ടൈം ടേബിളൊക്കെ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം. നെക്സ്റ്റ് ഐറ്റം നിങ്ങളെ കുറേ പ്രാവശ്യം കാണിച്ച് വെറുപ്പിച്ചൊരു സാധനമാണ് ഈ ഒരു സ്റ്റിക്കേഴ്സ് എത്ര ഉണ്ടാക്കിയാലും എനിക്ക് മടുക്കൂല കേട്ടോ. ഞാനിപ്പോൾ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. താഴ്ത്തൊട്ടിച്ചിട്ടുള്ള ഒരു പേപ്പർ സാധാ പേപ്പർ അല്ല കേട്ടോ. ഈ ഒരു നെയിം സ്ലിപ്പ് ഒക്കെ പീൽ ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ ഉണ്ടാവുന്ന ഒരു പേപ്പർ ഇല്ലേ, അതിലാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു പേപ്പറിന്റെ മുകളിൽ ആദ്യം ഈ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ പിക്ചർ വെച്ചിട്ട് വീണ്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്ന രീതിക്ക് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. യൂണിക്കോൺ തീമിലും കുറോമി തീമിലും ഞാൻ എന്നെ കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് കാണിച്ചു തരാം. ഒരു 6th 7th സ്റ്റാൻഡേർഡ് വരെയൊക്കെ സ്കൂൾ തുറക്കുന്ന 2 ആഴ്ച മുന്നേ തന്നെ ഈ ഒരു നെയിം സ്ലിപ്പും സ്റ്റിക്കേഴ്സും ഒക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കി വെക്കുമായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി വേണ്ട, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി സ്കൂൾ തുറന്നിട്ട് ഷോ കാണിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടാണ് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ പെൻസിലിന്റെ സൈസിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ പുറത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു യൂണിക്കോണിന്റെ പിക്ചർ ഇതാ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആണ്. ഇപ്പോഴും നോർമൽ സ്കെയിലാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാ ഇനി അത് വേണ്ട, നമുക്ക് ഈ ഒരു സ്കെയിൽ ഒന്ന് ട്രൈ ചെയ്ത് 15 സെന്റിമീറ്റേഴ്സിന്റെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൽ മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ അകത്തായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കട്ടിയുള്ള പേപ്പർ ഞാൻ കുറെ ആയിട്ടുണ്ടല്ലേ പറയണു. ഇത് നമ്മൾ ഈ ഒരു ചട്ടയൊക്കെ അല്ലേ, കഴിഞ്ഞ കൊല്ലത്തെ ബുക്കിന്റെ ചട്ട യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് ഒരു യൂണിക്കോണിന്റെ പിക്ചറും കൂടി ഒട്ടിച്ചു. ഇതുപോലെ ചെറുതായിട്ട് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന സ്കെയിലാണ് കേട്ടോ. അപ്പൊ ഇതാ ഇത് വർക്കിംഗ് ആണ്. ഈ ഐഡിയ ഒന്നും എനിക്ക് പണ്ട് തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ലക്കിയാണ്, എല്ലാവരും ചെയ്ത് നോക്ക്. അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലേതായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. യൂണിക്കോൺ എനിക്ക് പണ്ടേ ഇഷ്ടമായതുകൊണ്ട് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ രസമുള്ളതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ഇടാൻ കുറച്ച് വൈകി പോയി എന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ്സ് അല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എഫേർട്ടിനെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.